കൈറ്റ്സിൽ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് ഒപ്പം കാണാം. ഒപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാഗ്യലക്ഷ്മി ഡെവലപ്പേഴ്സ്, കല്യാൺ, മുംബൈ. ഒപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒപ്പത്തിൽ ഞങ്ങളുടെ ഒപ്പം പ്രോഗ്രസീവ് ധാനെ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ്റെ ഫൗണ്ടർ പ്രസിഡൻറ്റ് ശ്രീ കെ കുമാർ സർ ആണ്. സോ ലെറ്റ്സ് വെൽക്കം ഹിം. ഹലോ സർ. ഹലോ സർ, ഇത് 3.5 lakhs അംഗങ്ങളുള്ളൊരു അസോസിയേഷനാണ്. സോ എങ്ങനെയാണ് സർ മാനേജ് ചെയ്യുന്നത്? ഇൻ അവർ അസോസിയേഷൻ വി ഹാവ് 25 കോംപ്ലക്സസ്. ഈച്ച് കോംപ്ലക്സ്, നമ്മുടെ എല്ലാ കോംപ്ലക്സിലും ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടാവും. അപ്പോൾ ഇൻഡിവിജ്വൽ കോംപ്ലക്സിൻ്റെ പ്രോബ്ലം ആ ജോയിൻറ്റ് സെക്രട്ടറിക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഹി വിൽ റിപ്പോർട്ട് അസ് അക്കോർഡിംഗ്ലി വിൽ ആക്ട്. നമ്മുടെ മെയിനായിട്ട് ഈ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഈ NGO ആദ്യം ഫോം ചെയ്തെടുക്കണം. കാരണം ഇതെന്തൊക്കെ നമുക്ക് ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാർക്ക് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഇഫ് യു ഹാവ് മണി, മസിൽ പവർ, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഇൻ ബിറ്റ്വീനുള്ള ആൾക്കാരാണ്, മിഡിൽ ക്ലാസ് പീപ്പിൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ NGO ഞങ്ങൾ ഫോം ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ജസ്റ്റിസാണ്. അതായത് നമ്മുടെ സിവിക് ഇഷ്യൂസ്. അതിന് നമ്മൾ ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സൊസൈറ്റീസിനൊന്നും ഒരാളും ഹെൽപ്പ് ചെയ്യില്ല. മെയിനായിട്ട് നമ്മൾ ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർ വോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഒരു പൊളിറ്റീഷ്യനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരാറില്ല. അപ്പോൾ അങ്ങനെ വേണ്ടി നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് NGO സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞേക്കാൻ 100% വോട്ടിംഗ്, 100% റിസൾട്ട്, 100% ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസീവ് താനെ PTR എന്നാണ് ഞങ്ങൾ പറയുന്നത്. ജോയിൻറ്റ് PTR ഫോർ എ ചേഞ്ച് ഇൻ താനെ, പ്രോഗ്രസീവ് ചേഞ്ച് ഇൻ താനെ. അപ്പോൾ താനയിലാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി ആർ ഗെറ്റിംഗ് കാൾ ഫ്രം താന ഡിസ്ട്രിക്ട്, അതായത് ബൊംബിലി, കല്യാൺ, അംബർനാഥ്. പക്ഷെ നമുക്കതിൽ വർക്ക് ഫോഴ്സ് ഇല്ലാത്ത, അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് ദം. സോ പല കൾച്ചറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. സോ എങ്ങനെയാണ് അത് എല്ലാവരുടെ ഒപ്പം മിങ്കിൾ ചെയ്യണത് സർ? ആൾ കമ്മിറ്റ്, നമ്മൾ ഇറ്റ്സ് ആൾ ഡിപ്പെൻഡ്സ് ഓൺ അസ്. എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്ന അതിനനുസരിച്ച് നമുക്കൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. സർ, ഇതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. സോ അതെങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്തെങ്കിലും നമ്മുടെ ഈ ഏരിയയിലുള്ള സീനിയർ സിറ്റിസൺ ദേ ആർ നോട്ട് അഫോർഡബിൾ ടു ഗോ ഫോർ എ ബിഗ് ഷോസ്. അതായത് നമ്മളിപ്പം വലിയ വലിയ ഷോ എടുക്കുകയാണെങ്കിൽ 40-50 ലക്ഷത്തിൻ്റെ ഷോ നാച്ചുറലി 5000, 6000, 4000 മൂന്നുകണക്കിന് പാസസിൻ്റെ റേറ്റ്. അവർ റിട്ടയർഡ് ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാനുള്ള കഴിവില്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ ഷോ ലോക്കൽ ആർട്ടിസ്റ്റിനെ കൊണ്ട്, അതായത് വെരി ലോ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. വി ആർ ഗിവിങ് ഫ്രീ ഓഫ് കോസ്റ്റ് ത്രൂ സ്പോൺസേഴ്സ്. ആൻഡ് എവറി 3 months നമ്മളൊരു പ്രോഗ്രാം കൊടുക്കാറുണ്ട്. അതായത് ഒരു ഹിന്ദി പിന്നെ ഒരു മറാഠി പ്രോഗ്രാം എല്ലാ 3 മാസം കൂടുമ്പോൾ. ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം നടക്കുന്നത് ഈ ഡോക്ടർ കാശിനാഥ് ഗാനേക്കർ ഹാളിലാണ്. സർ ഒരു ബിസിനസ് മാൻ ആണല്ലോ. സോ ക്യാൻ യു ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ബിസിനസ്? ആക്ച്വലി ഐ ആം എ ഡീലർ ഓഫ് RCF ഫോർ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആൻഡ് ലോജിസ്റ്റിക് കൺസൾട്ടൻറ്റ്. അതായത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. സോ ഐ ഹാവ് എ ഇയർലി കോൺട്രാക്ട് വിത്ത് ആൾ ദ കസ്റ്റമേഴ്സ്. മെയിൻലി നമ്മുടെ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഫാർമ ഇൻഡസ്ട്രീസിക്കാണ്. ആൾ ഇയർലി കോൺട്രാക്ട് ആയതുകൊണ്ട് ഐ ആം ഗെറ്റിംഗ് ലിറ്റിൽ ടൈം ടു സ്പെയർ ഫോർ സോഷ്യൽ ജസ്റ്റിസ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇതിൽ നടക്കുന്നത്? പ്രോഗ്രസീവ് താനവേഴ്സിൽ ഞങ്ങൾ ചെയ്യുന്നത് സ്പോർട്സിൻ്റെ പ്രൊമോഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആൾ സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതായത് ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ്, അതുമാതിരി TT ടൂർണമെൻറ്റ്, സ്വിമ്മിംഗ് ടൂർണമെൻറ്റ്, ഇത് റെഗുലറായിട്ട് ഇവിടെ നമ്മൾ നടത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് പുറമെ ഞങ്ങൾ എല്ലാ മാസത്തിലൊരു പ്രാവശ്യം ഒരു മെഡിക്കൽ ക്യാമ്പ് കൊടുക്കാറുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. വി ടൈ അപ്പ് വിത്ത് ഫോർട്ടീസ് ഹോസ്പിറ്റൽ, ജുപ്പിറ്റർ ഹോസ്പിറ്റൽ, വലിയ വലിയ ഹോസ്പിറ്റൽ, ക്യൂരേ ഹോസ്പിറ്റൽ. ഇപ്പോൾ ഞങ്ങൾ ക്യൂരേ ഹോസ്പിറ്റലാണ്. അവരുടെ ഒരു ഇതിലൊരു ഹെൽത്ത് കാർഡ് പറഞ്ഞൊരു കാർഡ് ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ ആൾ ദ മെമ്പേഴ്സ് ക്യാൻ ഗെറ്റ് സം ബെനിഫിറ്റ്. കാരണം അതൊരു ഹോസ്പിറ്റലൈസിലാണെങ്കിൽ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അവിടെ ഹോസ്പിറ്റലിൽ പോയി കൊടുക്കാറുണ്ട്. ഈ 3 ഞങ്ങളിപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്ലസ് നമ്മളിപ്പം PTR ഇപ്പം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ഒരു ഹെൽപ്പ് ഹാൻഡിൽ ചെയ്തെടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. നോർമലി ഇന്ന സെക്യൂരിറ്റി ഏജൻസി, അഥവാ നമ്മുടെ സൊസൈറ്റി, ഇത് രണ്ടുപേരും നോക്കാതെ കിടക്കുന്ന ഒരു വിഭാഗമാണത്. അപ്പോൾ അവരുടെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ആൾമോസ്റ്റ് 150 ആൾക്കാർക്ക് ഞങ്ങൾ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ ചെയ്തിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആംബുലൻസ് സർവീസ് ഉണ്ട് ഇവിടെ. അപ്പം ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ചാർജ് ചെയ്യാറില്ല അതിനകത്ത്. സർ നാട്ടിലെവിടെയാണ്? നാട്ടിൽ പാലക്കാടാണ്. അച്ഛനും അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്. സിസ്റ്റർ ടീച്ചറാണ്, അളിയൻ കനറ ബാങ്കിലാണ്, വൈഫുണ്ട്, എനിക്ക് മോനുണ്ട്. വൈഫ് ഹൗസ് വൈഫാണ്, മോൻ 4th year എഞ്ചിനീയറിംഗിലാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ന്യൂ ജനറേഷൻ കുട്ടികളോട് നമുക്കല്ല പറയേണ്ടത്, അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വന്ന വഴി മറക്കാണ്ടിരിക്കുക. ഇപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഫ്ലൈറ്റ് കൂടി നാട്ടിൽ പോകുന്ന ഒരാളാണ്.
ആ ഒരു അറ്റാച്ച്മെൻറ്റ് സ്വന്തം അച്ഛനോട് കാട്ടി തന്നാൽ ആ യങ് ജനറേഷനോട് അവരുടെ പാരൻസിനോട് കാണിക്കുക. കാരണം ഈ ഇപ്പോഴുള്ള സിറ്റുവേഷനനുസരിച്ച് നമ്മുടെ പാരൻസിനോട് നമ്മൾ എന്തെങ്കിലും വളരെ അറ്റാച്ച്മെൻ്റ് ആണ് ഇപ്പോൾ സ്റ്റിൽ ഈ ഒരു ജനറേഷൻ. ഫ്യൂച്ചർ ജനറേഷനിൽ എന്താവുന്നുള്ള അതൊരു ലാക്ക് കാണുന്നുണ്ട്. നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ബിസിയാണ്. അപ്പോൾ അവരോടുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഇപ്പോൾ സ്വന്തം പാരൻസിനോ അവരുടെ പാരൻസിനോട് കാണുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് അതിനൊരു 50% ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് നന്നായി പോകും. എന്താണ് സാറിൻ്റെ വിജയ രഹസ്യം? രഹസ്യമല്ല, അതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവായിട്ട് പോകും. പിന്നെ ഞാൻ ഇന്നത്തെ വരെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. വി ട്രൈ. പക്ഷേ നമ്മൾ 99% ഇപ്പോൾ എന്നൊരു എക്സാമ്പിൾ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറം നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് ആൾക്കാർക്ക് ചെറിയ ചെറിയ ഇഷ്യൂസാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ ഒരു ഹറാസ്മെൻറ്റ് അത് നോർമലി ഇപ്പം മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു 90% നമ്മൾ ഈ ഏരിയയിൽ കുറച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പ് അതുമാതിരിയുള്ള മ്യൂസിക്കൽ ഇവൻറ്റ്സിൽ ഇതിൻ്റെയൊക്കെ ഇനാഗ്രേഷൻ മാക്സിമം ജോയിൻറ്റ് CP, CP, DCP ഈ ലെവലിൽ ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഈ സംഗതികളൊക്കെ വന്ന് കാണുമ്പോൾ ഇതൊരു NGO ആണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്, അങ്ങനെ ഒരു ക്രെഡിറ്റിൽ ഇപ്പം ഞാനൊരു ഫോൺ ചെയ്യുകയാണെങ്കിൽ അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. പണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ റെസ്പെക്റ്റ് ഇല്ലാതെ ഇപ്പം PTRന്റെ മെമ്പറാണ് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ഇൻസ്പെക്ടർ വന്ന് ഒരു ചായ വാങ്ങി കൊടുക്കുന്ന സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. അത് ഈ സംഘടന കഴിവാണ്. കാരണം നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സെൽഫിഷ്നെസ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ പുറമേ രാജ്യത്ത് നിന്ന് വന്ന ഒരാൾ ഒരു 3-4 ലക്ഷം ആൾക്കാരുണ്ട് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് പൊളിറ്റിക്സ് വരും. NGOക്ക് അകത്ത് യാതൊരു പൊളിറ്റിക്സും ഇല്ല. അതിനകത്ത് ഒരു പൊളിറ്റിക്സും ഇല്ല. ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സ്റ്റാമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. വി ഹാവ് ഡിഫറൻസ് ഒപ്പീനിയനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ BJPക്കാരുണ്ട്, ശിവസേനക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, NCP ഉണ്ട്. പക്ഷേ വൺസ് വി കം ടു NGO നമ്മൾ പൊളിറ്റിക്സ് അതിനകത്ത് പറയില്ല. ആൻഡ് വി യൂസ് ദ പൊളിറ്റിക്സ് ഫോർ ബെറ്റർമെൻറ്റ് ഓഫ് ദ പീപ്പിൾ. താങ്ക് യു സോ മച്ച് സർ ഇത്ര നേരം ഞങ്ങളുടെ ഒപ്പം സഹകരിച്ചതിന്. സോ ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ എപ്പിസോഡ് ഓഫ് ഒപ്പം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. ശ്രുതി മോഹൻ സൈനിങ് ഓഫ്.